ഒന്നും വേണ്ട ആ ഒരു കോണിപ്പടിയിൽ വെച്ചിട്ടുള്ള ഫൈറ്റ്, പിന്നെ ആ ഫോറസ്റ്റിന്റെ നടുവിൽ വെച്ചിട്ടുള്ള ഫൈറ്റ്, ഇതൊക്കെ പോരേടേ ക്യാഷ് മുതലാവാൻ. മാർക്കോ അങ്ങനെ ചെയ്യും, ഇതിന്റെ അപ്പുറം ചെയ്യും. പിന്നെ ഡോഗ് ലവേഴ്സിനെ നന്നായിട്ട് ഊക്കി വിട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊരു ഹസ്കി ഉണ്ട്, ഹസ്കിയുടെ പേര് റോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടിയുടെ വാ പിടിച്ച് പിളർക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ. പിന്നെ ജോക്കർ റെഫറൻസ് ഉണ്ട്, വൈ യു സോ സീരിയസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചുണ്ടു പിടിച്ച് കീറി കളയുന്ന സാധനം. ഹെവി മേക്കിംഗ് മക്കളെ, പോയി കണ്ടാൽ വർത്ത് വാച്ചിങ്. ബൈ. മാർക്കോ എന്നടാ പണി വെച്ചിരിക്കേ, വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ഇന്ത്യൻ സിനിമ എന്ന് തന്നെ പറയാം. നമ്മുടെ ആവേശം ക്ലബ്ബ് ചാനലിനകത്ത് നേരത്തെ പുഷ്പയുടെ റിവ്യൂ ഇട്ടപ്പം എല്ലാവരും പുഷ്പയുടെ റിവ്യൂ കൊള്ളാം, മാക്കി റിവ്യൂ ചെയ്യാൻ പറഞ്ഞു എന്നതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഇപ്പോൾ ആവേശത്തിൽ മാത്രമല്ല, ഇപ്പം റിവ്യൂവിന് വേണ്ടി മറ്റേ ചാനലിനകത്ത് ഇടുന്നുണ്ട്. ആ ചാനലിൽ റിവ്യൂ ഇടാം. അതുകൊട്ടെ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, മാർക്കോ കിടു സാധനം. മലയാള സിനിമയിൽ ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയോട്ട് ഉണ്ടാവാനും പോകും എന്നെനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ കുറച്ച് സ്പോയിലേഴ്സ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ ചെയ്യുന്ന നീതികേടായി പോവും. എന്തൊക്കെ പറഞ്ഞാലും ഈ പടം തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ വൻ നഷ്ടമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, സാധാരണ സിനിമകൾക്ക് നേരിടേണ്ടി വരുന്നത് പോലെ ഒരു ഡീഗ്രേഡിങ് ഈ പടത്തിന് നേരിടേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഡീഗ്രേഡ് ചെയ്യുന്നവന്മാർക്ക് ഊക്ക് ഉറപ്പാണ്. കാരണം ഇതിനെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. പടങ്ങളെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തി പൊട്ടിക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, പക്ഷെ എല്ലാ പടങ്ങളെയും പൊട്ടിക്കാൻ പറ്റും. പക്ഷെ ഈ പടത്തിന് അങ്ങനെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടത്തി പൊട്ടിക്കാൻ പറ്റില്ല. കാരണം വേണ്ട സാധനം വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് ഒരു കാരണവശാലും ഹേറ്റ് ക്യാമ്പയിൻ കണ്ട് ഈ പടം പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തവർക്ക് നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് വയലന്റ് എക്സ്പീരിയൻസ് ആണ്. സ്പോയിലറാണ്, അതുകൊണ്ട് ഒന്നുമില്ലടേ, കിടിലൻ സാധനം. ഈ ജഗദീഷിന്റെ ഒരു എക്സ്ട്രീം പെർഫോമൻസ് കാണാൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, പക്ഷെ ജഗദീഷിന്റെ പെർഫോമൻസിനെക്കാട്ടി കൂടുതൽ ആരാധകരെ ഞെട്ടിക്കുന്നത് സിദ്ദീഖിന്റെ പെർഫോമൻസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സിദ്ദീഖിന്റെ മറ്റേ മരണം ഒരു നാളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, കിടു സാധനം മക്കളെ. പിന്നെ ഒരുപാട് സീനുകൾ കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് സെക്കൻഡ് ഹാഫ് കുറച്ചേ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് 1 മണിക്കൂർ താഴെ ഉള്ളൂ, 45 മിനിറ്റ് സംതിങ് അങ്ങാണ്ടേ ഉള്ളൂ. ഒരുപാട് പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം വില്ലന്റെ ഹൃദയം കൈകൊണ്ട് പറിച്ചെടുക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അത് ഒരു കുഞ്ഞു വില്ലന്റെ. അപ്പം മെയിൻ വില്ലനെ ഒന്നും ചെയ്യുന്നില്ല എന്നതിനകത്ത് തന്നെ മനസ്സിലാവും ഒരുപാട് സീനുകൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, സൈറസ് നീ വേദന എന്തെന്ന് അറിഞ്ഞിട്ടില്ല, യഥാർത്ഥ വേദന എന്താണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ, മരണമൊന്നും അല്ല, മരണത്തിനെക്കാട്ടി വലിയ വേദന നീ പറയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സൈറസിനെ വലിയ മാരകമായിട്ടല്ല കൊല്ലുന്നത്, ജസ്റ്റ് തലയറുത്ത് മാറ്റുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരുപാട് സീനുകൾ സെക്കൻഡ് ഹാഫിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്ന്. അതുപോലെ റേപ്പ് സീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഏതായാലും സെൻസർ ബോർഡ് കത്രിക വെച്ച് നന്നായിട്ട് മുറിച്ച് സെക്കൻഡ് ഹാഫ് ഏകദേശം 45 മിനിറ്റോളം മാത്രം ആക്കിയിട്ട് പോലും ഇമ്മാതിരി അഡ്രിനാലിൻ റഷ് എന്ന് തരാൻ പറയത്തില്ല, എന്തോ ഒരു സാധനം വയലന്റ് മൂഡ് നമുക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ കട്ടില്ലാതെ അൺകട്ട് വെർഷൻ എങ്ങാനും ഇറങ്ങി എന്തുവായിരുന്നു എൻ്റെ പൊന്നെ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെങ്തി ആണെന്ന് തോന്നും, പക്ഷേ ഫസ്റ്റ് ഹാഫ് കിടിലം മേക്കിങ്, അതിനകത്ത് രവി ബർസന്റെ മ്യൂസിക്കും ബാക്കിയുള്ള സാധനം എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫ് ദാണ്ട വന്ന് തീർന്നു. സെക്കൻഡ് ഹാഫ് വേഗത്തിൽ തീർന്നു. അത്രമാത്രം എൻഗേജ്ഡ് ആണ്. ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ലാഗടിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ടു ബി ഫ്രാങ്ക്, നിങ്ങൾക്ക് ഈ പടം കണ്ടിട്ട് ലാഗായിട്ട് ഫീൽ ചെയ്യത്തില്ല, അതെൻ്റെ ഉറപ്പാണ്. എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ ഈ സാധാരണ ഈ വയലന്റ് മൂവീസ് ഒന്നും കാണുന്ന ആളല്ല, എന്നിരുന്നാൽ പോലും കുറച്ചുകൂടെ വയലൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷെ അങ്ങനല്ല, ചില സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ തോന്നുന്നില്ല, കണ്ണടച്ചു പോകുന്ന അവസ്ഥയുണ്ട്, ചെവി കടിച്ച് ഉറയ്ക്കുന്ന സീനുണ്ട്, ഹൃദയം ഇങ്ങനെ കൈകൊണ്ട് പറിച്ചെടുക്കുന്ന സീനുണ്ട്. അമ്മാതിരി കിടിന് ഹെവി സീനുകൾ ഇതിനകത്തുണ്ട്. പിന്നെ കുട്ടികളെ ബ്രൂട്ടലായിട്ട് കൊല്ലുന്നുണ്ട്, അതായത് വില്ലൻ സൈഡ് ഉണ്ണിമുകുന്ദൻ്റെ ഫാമിലിക്ക് അടിക്കുന്നുണ്ട്. പിന്നെ ഒരു പരിധി വരെ വാക്ക് പാലിക്കാൻ പറ്റാതിരുന്ന നായകന്റെ ദുരന്ത സൈഡ് കൂടി ഇതിനകത്തുണ്ട്. കാരണം എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് മാർക്കോ പറഞ്ഞിട്ട് ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഒരു നായകന്റെ ഇമോഷണൽ സൈഡിലെ ഫെയിലിയറും ഈഗോയുടെ വിജയവും എല്ലാം കാണിക്കുന്നുണ്ട്. അയാൾ ഈഗോ മീൻസ് ലാസ്റ്റ് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ രവി ബർസറിന്റെ മ്യൂസിക് കൂടെ ആകുമ്പം കൂടുതൽ പറഞ്ഞ് കൊളവാക്കാൻ നിൽക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാര്യം നമ്മുടെ ഈ ചാനലിനകത്തുള്ള ഭൂരിഭാഗം പിള്ളേരും അണ്ടർ 18 ആയിരിക്കും. അവർക്കൊന്നും ഈ സിനിമ കാണാൻ സർട്ടിഫിക്കറ്റ് ആണെന്നാണ് തോന്നുന്നത്. അവർക്കൊക്കെ ഈ സിനിമ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. പക്ഷേ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ
കണ്ടില്ല എങ്കിൽ, തിയേറ്ററിൽ കണ്ടില്ല എങ്കിൽ നിങ്ങൾ മിസ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലെ വൺ ഓഫ് ദി മോസ്റ്റ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വയലൻസ് കാണിക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത്. ഒരുപാട് സീനുകൾ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് സാധനങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സൈറസിനെ നിന്നെ ഞാൻ വേദനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് സൈറസിന് വലിയ വേദനയൊന്നും എന്ന് വെച്ചാൽ അത് അത്രയും പോർഷൻ കട്ട് ചെയ്തതെന്നാണെന്ന് മനസ്സിലാവും. കാരണം സൈറസിനെ ഇത്ര ക്രൂരമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാതെ തല മാത്രം കട്ട് ചെയ്ത് അന്ന് തല ചോപ്പ് ചെയ്യുന്ന സീനും കാണിക്കുന്നില്ല, തല വീഴുന്ന സീൻ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ സൈറസിന്റെ അനിയനെ നന്നായിട്ട് തന്നെ പാണിഞ്ഞൊരുക്കി എടുക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സിദ്ദിഖിന്റെ അഭിനയം കിടിലം. ഉണ്ണി മുകുന്ദൻ ഹീസ് എ പെർഫെക്റ്റ് സ്റ്റാർ മെറ്റീരിയൽ. അത് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന താരത്തിൽ നിന്നും. ഹീസ് എ പെർഫെക്റ്റ് സ്റ്റാർ മെറ്റീരിയൽ. നമ്മുടെ ഇവിടെ നിന്ന് ഇത്രയും വലിയ സാധനങ്ങൾ പുൾ ഓഫ് ചെയ്യാൻ അന്ന് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഉണ്ണി മുകുന്ദനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം വേറെ ആരും വേണമെന്ന് നമുക്ക് തോന്നിയതേ ഇല്ല. ഇപ്പം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ചിലപ്പോൾ ഒരു ഗാർഡിയൻ ഏഞ്ചൽ പോലൊരു ക്യാരക്ടർ വരും, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഡബിൾ റോൾ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഉണ്ണിയെ കൊണ്ട് ഒറ്റയ്ക്കൊരു ആക്ഷൻ മൂവി പുൾ ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് കമ്പയർ ചെയ്യുന്നതാണെന്നൊന്നും എനിക്ക് തോന്നരുത്. അതിനകത്ത് മറ്റേ മട്ടാഞ്ചേരിയിൽ വെച്ചിട്ടുള്ള ഒരു മറ്റേ സ്റ്റെയർ കേസിൽ ഒരു ഫൈറ്റ് ഉണ്ട്. എൻ്റെ പൊന്നെ, എന്നാ റിയലിസ്റ്റിക് എക്സ്പീരിയൻസ് ആണെന്നറിയോ. കിടിലൻ റിയലിസ്റ്റിക് എക്സ്പീരിയൻസ് ആണ് ആ കോണിപ്പടിയിൽ വെച്ചിട്ടുള്ള ഫൈറ്റ്. അത് തീരല്ലേ എന്നിങ്ങനെ പക്ഷേ നമ്മളതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നതായിട്ട് തോന്നും. അമ്മാതിരി ആക്ഷൻ മേക്കിംഗ് ഉണ്ട് അതിനകത്ത്. പിന്നെ മറ്റേ സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഫൈറ്റ് സീൻ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു, കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ഒരു ദുൽഖറിന്റെ പടമുണ്ട്. ആ കിങ് ഓഫ് കൊത്തക്കകത്ത് സ്റ്റോറി ലൈനകത്ത് അത്യാവശ്യം നല്ലൊരു ബേസ് സ്റ്റോറിയാണ് കേട്ടോ. ആ സ്റ്റോറി ലൈനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി വേറെ കുറച്ച് സീനുകൾ വേറെ രീതിയിലാക്കിയിട്ട് ദുൽഖറിന് മാറി ഉണ്ണി മുകുന്ദനെ കൊണ്ട് ജയിച്ചായിരുന്നെങ്കിൽ ഹെവി ആയനെ. നിലവിൽ ടൊവിനോ എന്ന് പറഞ്ഞാൽ പോലും ടൊവിനോ ഒന്നും അല്ല. തല്ലുമാലയ്ക്കകത്ത് കിട്ടിയ ആക്ഷൻ ടൊവിനോ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ആക്ഷൻ സ്റ്റാർ നിലവിൽ ഇവിടെ അല്ലു അർജുൻ എന്ന് ആക്ഷൻ സ്റ്റാർ നിലവിൽ ഉണ്ണി മുകുന്ദൻ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ത്രില്ലിംഗ് ഫൈറ്റ് മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അബ്സല്യൂട്ട് വയലൻസ്. തിയേറ്ററിൽ കാണാൻ പറ്റാത്തവരോട് സത്യം പറഞ്ഞാൽ സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് കാണാൻ പറ്റാതായി പോവും. അതിനകത്ത് അനാവശ്യമായിട്ട് റേപ്പ് സീനുകളില്ല, മറ്റേ ന്യൂഡിറ്റി ഇല്ല, ഐറ്റം സോങ് ഇല്ല, ഇമാതിരി പരിപാടികളൊന്നും കാണിച്ച് ആരാധകരെ പിടിക്കുന്ന പരിപാടിയില്ല. പ്യുവർ വയലൻസ്, ആക്ഷൻ, ഇമോഷണൽ ഗെയിം. ദാറ്റ്സ് ഇറ്റ്. ഫാന്റാസ്റ്റിക് സാധനം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജസ്റ്റ് വേണമെങ്കിൽ പോയി കണ്ടു നോക്കുക. എൻ്റെ പൊന്നു മക്കളെ, OTT കാണാൻ നിന്നാൽ നിങ്ങൾക്ക് നഷ്ടമാണ്. നിങ്ങളുടെ ആയുസ്സിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇമാതിരി ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നില്ല. പോയി കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. പക്ഷെ ലോല ഹൃദയന്മാർ പോയി കണ്ട അവിടെ നിന്ന് വിറച്ച് മെഴുകും. അതിനൊന്നും നിൽക്കുന്ന നല്ല കിടിലൻ സാധനമാണ്. കിടിലൻ വർത്ത് വാച്ച്. ഇപ്പം എൻ്റെ ഫ്രണ്ട് കൃഷ്ണപ്രസാദ് രണ്ടാമത് കാണാൻ പോയേക്കാണ്. കാരണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോൾ പടം തീർന്നെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയത് 2 കുഞ്ഞ് സീനുകളും കൂടി ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വന്ന് ഒരുത്തൻ എൻ്റെ കൂടെ വന്നപ്പോൾ ഇൻഫോണിലുണ്ടായിരുന്ന ഒരാൾ വീണ്ടും പോയിട്ടുണ്ട്. സോ 2-3 തവണ കാണാനില്ല എന്ന് തോന്നുമെങ്കിൽ പോലും ചില ആളുകൾ അങ്ങനെയല്ല, ഒരുപാട് ആളുകളുടെ കമൻറ്റ് ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് അങ്ങനെ കാണാനില്ല എന്നൊന്നും. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കണ്ട ആക്ഷൻ സീക്വൽസ് എന്നെ കൊണ്ട് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. വീണ്ടും കാണേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആക്ഷൻസ് ഒന്നും വേണ്ട. ആ ഒരു കോണിപ്പടിയിൽ വെച്ചിട്ടുള്ള ഫൈറ്റ്, പിന്നെ ആ ഫോറസ്റ്റിന്റെ നടുവിൽ വെച്ചിട്ടുള്ള ഫൈറ്റ്, ഇതൊക്കെ പോരേടേ ക്യാഷ് മുതലാവാൻ. എജ്ജാതി സാധനം. നിലവിൽ റീസെൻ്റ്ലി പിന്നെ ഒരു കാര്യം, ഈ വിദ്യുത് ജാമാല കഴിഞ്ഞാൽ ഇന്ത്യ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഉണ്ണി മുകുന്ദനാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയോക്തിയായിട്ട് തോന്നും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പടത്തിനകത്ത് ഫൈറ്റ് കണ്ടിട്ട് ഒരു വിദ്യുത് അല്ലാതെ വേറെ ആരും ഇങ്ങനെ ഇന്ത്യയിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടൈഗർ ഷ്രോഫ് ഇങ്ങനൊന്നും ചെയ്യില്ല. ഇമാതിരി പെർഫെക്ഷൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ടൈഗർ ഷ്രോഫിന്റെ സാധനത്തിനകത്തൊക്കെ എവിടെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് പക്ക നാച്ചുറൽ ഹെവി സാധനം. എന്ന് വെച്ചാൽ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് യുക്തിക്ക് നിരക്കാത്ത സാധനങ്ങളാണ്. ഇപ്പം ഈ കൈ രണ്ടും കെട്ടിയിട്ടപ്പം ഈ കത്തി കടിച്ചു പിടിച്ചുകൊണ്ട് ആക്ഷൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ യുക്തിക്ക് നിരക്കത്തില്ല. പക്ഷെ അത് അതിന്റെ മേക്കിംഗ് കൊണ്ട് നമ്മൾ വിശ്വസിച്ചു പോകും. മാർക്കോ അങ്ങനെ ചെയ്യും, ഇതിന്റെ അപ്പുറം ചെയ്യും. പിന്നെ ഡോഗ് ലവേഴ്സിനെ നന്നായിട്ട് ഊക്കി വിട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊരു ഹസ്കി ഉണ്ട്, ഹസ്കിയുടെ പേര് റോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടിയുടെ വാ പിടിച്ച് പിളർക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ. പിന്നെ ജോക്കർ റെഫറൻസ് ഉണ്ട്, വൈ യു സോ സീരിയസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചുണ്ടു പിടിച്ച് ഞാൻ കീറി കളയുന്ന സാധനം. ഹെവി മേക്കിംഗ് മക്കളെ, പോയി കണ്ടാൽ വർത്ത് വാച്ചിങ്. ബൈ.